മോഡി കൂട്ടാൻ സമയമായോ എന്നതാണ്. വാഹന മോഡിഫിക്കേഷൻ നിലവിൽ സാധ്യമാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. നോക്കൂ, നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെ വാഹന മോഡിഫിക്കേഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് 2019 സുപ്രീം കോടതി വിധി അനുസരിച്ചാണ്. വാഹനങ്ങളുടെ അടിസ്ഥാന ഘടനയിലും നിർമ്മാതാക്കൾ നൽകിയ അടിസ്ഥാന മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്താൻ പാടില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. ചുരുക്കത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും അടിസ്ഥാന രൂപവും മറികടക്കുന്ന ഒരു മോഡിഫിക്കേഷനും രാജ്യത്ത് നിയമപരമല്ല. ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നവരിൽ നിന്ന് പിഴയും ഈടാക്കാനാവും. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, അതാണ് വാഹന മോഡിഫിക്കേഷൻ അത്ര എളുപ്പമാകില്ല. സംസ്ഥാനത്തിന് മാത്രമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനും കഴിയില്ല. നിരവധി കടമ്പകൾ ഇനിയുമുണ്ട്. നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടി വരുമെന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? ശ്യാം. വിനിത വേണു, വെരി ഗുഡ് ഈവനിങ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുക എന്നത് സാധ്യമല്ല. അത് കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യത്തിൽ നിയമപരമായ മാറ്റം വരുത്താൻ സാധിക്കുക. രണ്ടാമത്തേത്, ഇതിൽ 2019 ജനുവരി 9 സുപ്രീം കോടതി വിധിയുണ്ട്. കെ ജയചന്ദ്രൻ വേഴ്സസ് RTO. അത് കേരളത്തിൽ നിന്നുള്ള ഒരു കേസാണ്. നേരത്തെ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്താൻ കേരള ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ അനുമതി സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത്. ഇത് ഈ വിധി അനുസരിച്ച് പറഞ്ഞത് വാഹനങ്ങളുടെ അടിസ്ഥാന ഘടനയിലോ നിർമ്മാതാക്കൾ നൽകിയിട്ടുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങളിലോ മാറ്റം വരുത്താൻ പാടില്ല എന്നതാണ്. അത്തരം മാറ്റം ആ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. മാത്രമല്ല, അതിൽ സംസ്ഥാന പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും പിഴയടക്കമുള്ള ശിക്ഷാ നടപടികളിലേക്ക് അങ്ങനെ രൂപമാറ്റം വരുത്തുന്നവർക്ക് എതിരെ നൽകാനും കഴിയും. ഈ അടിസ്ഥാന ഘടന എന്നതിൽ ഏതെല്ലാം മോഡിഫിക്കേഷനുകൾ നിയമവിരുദ്ധമാണ് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിലൊരുപക്ഷെ യുവാക്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഈ സൈലൻസറുകളുടെ മാറ്റമാണ്. ഒപ്പം ടയറുകളുടെയും വീലുകളുടെയും മാറ്റം, സ്ട്രക്ചറിലുള്ള മാറ്റം, ഒപ്പം എക്സ്റ്റീരിയർ മാറ്റങ്ങൾ, വലിയ പ്രകാശ തീവ്രത കൂടിയ LED പോലെയുള്ള ലൈറ്റുകൾ, ഓക്സിലറി ലൈറ്റുകൾ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത്തരം മാറ്റങ്ങളൊക്കെയും നിലവിൽ നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ നിയമം നിർമ്മിക്കാനും കഴിയില്ല. അത് കേന്ദ്ര നിയമം തന്നെ, കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1988 മോട്ടോർ വാഹന നിയമമുണ്ട്. അത് മറികടന്ന് സംസ്ഥാന സർക്കാരിന് നിയമം നിർമ്മിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇത്തരം ഏതെങ്കിലും രീതിയിൽ രൂപമാറ്റം വരുത്തുന്നത് നിലവിൽ നിയമവിരുദ്ധവുമാണ്. അതാണ്, ഇതൊക്കെ അറിയാവുന്നയാളാണ് മുഖ്യമന്ത്രി. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ യുവാക്കളുടെയൊക്കെ ആഗ്രഹം സാധ്യമാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിരവധി കടമ്പകളുണ്ട്. കോടതി വിധി, കേന്ദ്ര നിയമം, ഇതൊക്കെ തന്നെയും റെഡ് സിഗ്നലാണ്. അപ്പോൾ എന്താണ് മോഡിഫിക്കേഷൻ ഇനി നടക്കാൻ പോകുന്നത്? ചെറിയ തരത്തിലെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അറിയില്ല. ഏതായാലും അതിന്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്.